വളരെ ഐക്യത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെ വിഷുവിനെ പറ്റി വലിയ ഓർമ്മകളൊന്നും അങ്ങനെ എടുത്തു പറയാൻ. ഹലോ, അപ്പം തമിഴിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ വിഷു ആഘോഷിക്കാൻ പോവുകയാണ്, അതും രഞ്ജുമ്മയുടെ കൂടെ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നടക്കുന്നത്. കണ്ണനെ സുന്ദരനാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ രണ്ടുപേരും. അതേപോലെ ബാക്കിൽ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് എല്ലാവരും വളരെ ഒത്തൊരുമയോട് കൂടിയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ സന്ധ്യ ചേച്ചി രാവിലെ ഫസ്റ്റ് അവിടെ വന്നിരിക്കുകയാണ്. സാരിയൊക്കെ കൊടുത്തുള്ള സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ വന്നില്ല. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. കണ്ണനെ റെഡിയാക്കി. ഇപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. വലിയൊരു വിഷു സദ്യ തന്നെയാണ് ഒരുക്കുന്നത്. അപ്പം ഫുഡെല്ലാം കൂടെ നിരത്തി വെച്ച് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയാൽ നമ്മളെല്ലാവരും കൂടെ. ഇതാണ് പ്രിയചേച്ചി ഒരു ഹായ് കൊടുക്കും. പറയുന്നതിന് മുന്നേ പുള്ളിക്കാരി ഹായ് കാണിച്ചു. ഓക്കെ, അപ്പോൾ സദ്യയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. കറികളെല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. രഞ്ജുമ്മ നേരത്തെ വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളായിട്ടോ ലേറ്റ് ആയത്. പുള്ളിക്കാരി കറക്റ്റ് സമയത്ത് തന്നെ വന്നു. അപ്പം എല്ലാവരും ഒരുമിച്ചാണ് ഈശ്വര പ്രാർത്ഥന ചൊല്ലി ഈ ഒരു വിഷു ആഘോഷിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചു. നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥനയും കാര്യങ്ങളും സോങ്സും ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വിഷു എന്താണ്, വിഷുവിനെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് നമുക്ക് വേദിയിലേക്ക് അഭയ ചേച്ചിനെ ക്ഷണിക്കാം. ഗൈസ്, എന്താ പുള്ളിക്കാരി പറയുന്നത് നോക്കാം. നമ്മൾ ആഘോഷിക്കുന്നത് വിഷുവാണ്. മേടമാസം, മലയാള മാസം മേടമാസത്തിൽ 1-ാം തീയതി വിഷുക്കണിയും കൈനീട്ടവും ഒക്കെ ആയിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അങ്ങനെ നമ്മൾ കുട്ടി വിഷു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. നമ്മൾ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ വരുന്നതായിരിക്കും. പിന്നീട് രഞ്ജുമ്മയുടെ വക വിഷുവിൻ്റെ കൈനീട്ടമായിരുന്നു. എല്ലാവരും വരിയായിട്ട് വന്ന് ക്യൂ പാലിച്ച് മേടിക്കുകയാണ്. ആർക്കും മിസ്സായിട്ടില്ല കൈനീട്ടമൊന്നും. അതിൻ്റെ വളരെ ഐക്യത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെ വിഷുവിനെ പറ്റി വലിയ ഓർമ്മകളൊന്നും അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഓർമ്മകളൊന്നുമില്ല. കാരണം വിഷു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പം ഈ കണിക്കൊന്നയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് വാതിലിൻ്റെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അതുമേലൊക്കെ ആയിരിക്കും കണി കാണുന്നത്. അപ്പം ഈ അടുത്ത കാലത്താണ് ആഘോഷം ഇത്ര കുറച്ചും കൂടി ഗ്രാൻഡ് ആക്കിയത്. നമ്മുടെ നാട്ടുപുറത്ത് ആഘോഷങ്ങളൊന്നും ടൗൺ ഏരിയയിലേക്ക് പോയാൽ കിട്ടത്തില്ല. നമ്മുടെ ലൈഫ് ആസ് യൂഷ്വൽ അതുമായിട്ടാണ് പോവുകയാണ്. എനിവേ എന്ത് തന്നെയാണ് വിഷുവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മലയാള മാസം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് വിഷുവിനാണ്. മേടമാസം 1-ാം തീയതിയാണ് മലയാള മാസം. എല്ലാവരും ചിങ്ങമാസം ഒന്നും പറയാനില്ല. മേടമാസം 1 മലയാളത്തിൽ കലണ്ടർ തുടങ്ങുന്നത്. ഇംഗ്ലീഷിലെ കലണ്ടർ ജനുവരി തുടങ്ങുന്നത്, മലയാളത്തിലെ കലണ്ടർ തുടങ്ങുന്നത് മേടമാസം 1-ാം തീയതി. നമ്മൾ ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞ് പുതിയ ഒരു ആഘോഷത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ കൃഷിയൊക്കെ വിളവെടുത്ത് പുതിയ കൃഷി തുടങ്ങുന്നതിൻ്റെയും കൂടി ഒരാരംഭമാണ്. അപ്പം വിഷുവിനോടൊപ്പം തന്നെ നമ്മൾ പുതിയ കൃഷികൾ തുടങ്ങും. അതിൻ്റെ വിളവെടുപ്പ് നമുക്ക് ഓണത്തിന് വേണ്ടി സമൃദ്ധമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ് നമ്മുടെ വിഷു ആഘോഷിക്കുന്നത്. നമ്മൾ ഉള്ളതെല്ലാം ചെറുക്ക് കൂട്ടിയെടുത്ത് അത് ആഘോഷമാക്കിയിട്ട് പുതിയ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള വിളവ് തുടങ്ങുന്നു. അപ്പം അതൊക്കെ തന്നെയാണ് വിഷുവിനെ പറ്റി പറയാനുള്ളത്. അപ്പം പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം കൗതുകമായിരിക്കും.
അതെല്ലാം വീണ്ടും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പം നിങ്ങളെല്ലാവരും ആഘോഷിക്കുക. നിങ്ങളുടെ ആഘോഷത്തിൽ ഞാനും പങ്കെടുക്കും. അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ രഞ്ജുമ്മ പറഞ്ഞ പോലെ തന്നെ ഞാനും അങ്ങനെ വിഷു ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. വീട്ടിലാണെങ്കിൽ അമ്പലത്തിൽ പോവും, സദ്യ ഉണ്ടാക്കും, കൈനീട്ടം തരും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ കോളേജിലായാലും സ്കൂളിലായാലും ഇങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടില്ല. മെയിൻ റീസൺ നമുക്കൊന്ന് ഹോളിഡേ ആണ്, പബ്ലിക് ഹോളിഡേ ആണ്. അപ്പം ഇത്തവണ വിഷു ഡോറ അക്കാഡമിയിലെ രഞ്ജുമ്മയുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം തട്ടിക്കൂട്ടി എടുത്തത്. അത് എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് സെറ്റാക്കി എടുത്ത ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം 1:15 അപ്പോൾ വിഷുവിന് ഏറ്റവും പ്രധാനമായ വിഷു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല 8 കൂട്ടം കറികളും 3 കൂട്ടം പായസവും ബോളിയും എല്ലാം കൂടെ ചേർന്നിട്ട് വിഷു സദ്യ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവരും കഴിച്ച് ക്ഷീണിച്ച് പോയി. 3ാമത്തെ പായസം എത്തിയപ്പോഴത്തേക്ക് തന്നെ അത് കഴിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. വേറെ ഒന്നുമല്ല, വയറ് നല്ല ഫില്ലായിപ്പോയി. അതിൻ്റെ റിയാക്ഷൻസ് ഞാനത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണും, അപ്പോൾ മനസ്സിലാവും. പ്രീജിച്ചി എന്താ ചേച്ചി എന്താ ഓക്കെ. അപ്പം സദ്യയൊക്കെ കഴിച്ച് കുറച്ചൊന്ന് വിശ്രമിച്ചതിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഗെയിമിംഗ് സെക്ഷനാട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഓണത്തിൻ്റെ പ്രതീതിയാണ് ഓർമ്മ വരുന്നത്. അത്തപ്പൂക്കളത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളായിരുന്നു, ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര നാളത്തെ വിഷു നമ്മൾ രഞ്ജുമ്മയുടെ കൂടെയാണ് ആഘോഷിച്ചത്. താങ്ക് യു ഡോറ അക്കാഡമി.